വി.ഡി. സതീശനൊക്കെ അടിമുടി രാഷ്ട്രീയ കാപട്യമാണെന്ന് പറയാൻ ഈ ഉദാഹരണം കൂടി കണ്ടേ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണതിൽ പെട്ടുപോയ ഗിരിജയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വീട്ടിലേക്ക് സതീശൻ സങ്കടപൂർവ്വം കടന്നു പോകുമ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ക്യാമറയായിട്ട് പോകാൻ കഴിയൂ? അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നോക്കിയേ, സതീശൻ ഗിരിജയുടെ മരണ വീട്ടിലേക്ക് കയറുന്നത് തൊട്ട് ക്യാമറ ഓണായി കഴിഞ്ഞു. നേതാക്കന്മാരുടെ പിന്നാലെ PR ടീമും വരികയാണ്. നേരെ നോക്കിയേ, ഗിരിജയുടെ ചേതനയേറ്റ ശരീരത്തിന് അപ്പുറത്തെ സൈഡ് സതീശനെ കാത്ത് മറ്റ് ചില ക്യാമറകൾ നിൽപ്പുണ്ട്. അത് പ്രമുഖ മാധ്യമങ്ങളുടെ ഓപ്പറേറ്റഡ് ക്യാമറയാണ്. അതും വരും. അതും പോരാഞ്ഞിട്ട് PR ക്യാമറകൾ. ഇനി ഒരു പക്ഷേ അവരുടേതിൽ പതിഞ്ഞില്ലെങ്കിലും കൃത്യമായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ സങ്കടത്തെ കച്ചവടം ചെയ്ത് മാർക്കറ്റ് ചെയ്തെടുക്കണം. മനുഷ്യനാണെന്ന് പറയാൻ കഴിയൂ. PR വർക്കിലൂടെ മുഖ്യമന്ത്രിയാകാൻ നടത്തുന്ന നെറുകെട്ട പ്രവർത്തനം നോക്കിയേ. കുറച്ചെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ആ വീട്ടുകാരോട് ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ ഹൃദയം തകർന്നു വരുന്ന വ്യക്തിയാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് എൻ്റെ പുറകിൽ വാ എന്ന നിർദ്ദേശം കൊടുക്കൂ. എല്ലാം ഒഴിവാക്കി മാറ്റി നിർത്ത്. അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ ഹൃദയം വിങ്ങി വരുന്ന വ്യക്തിയാണ് എന്ന് സ്വയം തെളിയിക്കേണ്ടത് ക്യാമറ ഓൺ ചെയ്താണോ? മനസ്സിലാക്കുക, സകലതും കാപട്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ ചില മരണങ്ങളെപ്പോലും കച്ചവടമാക്കി രാഷ്ട്രീയ നേട്ടമാക്കുന്നത്. ഇതിനെ ഇവർ പറയുന്നത് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ്. മരണമുഖത്ത് പോലും ആ അവസരത്തെ നമ്മൾ വിദഗ്ധമായി വിനിയോഗപ്പെടുത്തണം. അതിൻ്റെ നെറികെട്ട നാടകം നോക്കിയേ, എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഷൂട്ട് ചെയ്യണ്ടെന്നല്ല, കൂടെ കൊണ്ടുവരണം. നേരത്തെ വരും, അത് പ്ലാൻ ചെയ്ത് നിർത്തിയാൽ പോരാ. മരണ വീട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഈ വെള്ളിമൂങ്ങമാരൊന്നും മനസ്സിലാക്കണ്ടേ. കണ്ടു നിൽക്കുന്നവർ, കാഴ്ചക്കാർക്ക് പോലും ഒരുതരം ചളിപ്പ് തോന്നുന്ന രീതിയിലുള്ള PR വർക്കാണ് സതീശൻ ചെയ്തിരിക്കുന്നതെന്ന് ഈ ദൃശ്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് മനുഷ്യൻ, എന്ത് ജീവൻ. കിട്ടിയത് വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് ഒരു രക്തസാക്ഷി. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മാക്സിമം അവസരമാക്കണം. അതിനുവേണ്ടി കാട്ടുന്ന നീചമായ പ്രവർത്തനം. ഒരു ജീവനോട് സതീശനുള്ള വില എത്രത്തോളം ഉണ്ടെന്ന് ആ ദൃശ്യം തന്നെയാണ് സാക്ഷിയെന്ന് പറയേണ്ടി വരികയാണ്. പോരാത്തതിന് ആ മരണമുഖത്ത് നിന്ന് പ്രതികരിക്കാൻ കൂടി റെഡിയാവുകയാണ്. ക്യാമറകളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ. രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തി. തിരിച്ചു വന്നിട്ട് ഔചിത്യബോധമുണ്ടെങ്കിൽ ഇത്രയും മനുഷ്യർ കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് രാവിലെ പറഞ്ഞ വാചകങ്ങൾ അതേപടി അവിടെ ഒന്ന് ആവർത്തിക്കുകയാണ്. 1 മണിക്കൂറിനിടെ ഒരേ വിഷയത്തിൽ 2 പ്രതികരണം. കുറച്ചെങ്കിലും മാന്യതയും തിരിച്ചറിവും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് അത് പ്രതികരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ സതീശൻ അത് ചെയ്യാം. അതിൽ ഔചിത്യമില്ലാത്ത മാപ്രകൾക്ക് എവിടെയാണ് ഔചിത്യബോധം ഉണ്ടാവുക? അതാണ് നടന്നത്. 500-ലധികം ബെഡുകളുള്ള ആശുപത്രി ബിൽഡിംഗ് ഒക്കെ അവിടെ വരികയാണ്. 2012 ഇത് ബലക്ഷയം അല്ല, അത് അവിടെ നിൽക്കുന്നതല്ലേ? അല്ലല്ല, നടക്കാം. പ്രശ്നം എടുക്കാൻ തുടങ്ങും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പന്തലിൽ നിന്ന് ചികിത്സയും ആ പുറപ്പാടുകളാണ് പൂർണ്ണമായി